1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും. മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ലോകമെങ്ങും ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ത്യാഗമായാണ് യേശുദേവന്റെ കാൽവരിയിലെ കുരിശുമരണം രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് പുതുജീവൻ നൽകിയ ദിവസം കൂടിയാണ് ദുഃഖവെള്ളി. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾക്ക് ഇടവക വികാരിമാർ നേതൃത്വം നൽകി. യേശുദേവന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി മരക്കുരിശുമായി വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി. ചുട്ടുപൊള്ളുന്ന വെയിലിനെ മറികടന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫൊറോന ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫൊറോന വികാരി ഫാദർ ജെയ്സൺ കുഴിക്കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മനോജ് അമ്പലത്തിങ്കൽ സഹകാർമ്മികനായി. ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഇടവക വികാരി ഫാദർ കുര്യാക്കോസ് കുമ്പക്കിൽ നേതൃത്വം നൽകി. ഇടിവണ്ണ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴി പെരുവമ്പാടം കപ്പേളയിൽ അവസാനിച്ചു. തുടർന്ന് വിശ്വാസികൾക്ക് കഞ്ഞിയും നൽകി. നിലമ്പൂർ ഇൻഫന്റ് ജീസസ് പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ ആൻഡോ ഡെനീഷ്യസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിലമ്പൂർ ജോസ്ഗിരി സെന്റ് ജോസഫ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ മാത്യു പെരുമ്പള്ളിക്കുന്നിൽ നേതൃത്വം നൽകി. ചുങ്കത്തറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് ഫാദർ വിനോദ് തോമസ് ചേന്നംപള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മണിമൂളി ക്രിസ്തുരാജ ഫൊറോന ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ തോമസ് മണക്കുന്നേൽ നേതൃത്വം നൽകി. ചുങ്കത്തറ സെന്റ് മേരീസ് മലങ്കര ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്കും കുരിശിന്റെ വഴിക്കും ഫാദർ വർഗീസ് കണിയാമ്പറമ്പിൽ നേതൃത്വം നൽകി. ചുങ്കത്തറ പനമ്പണ്ണ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ മാത്യൂസ് വട്ടിയാനിക്കൽ നേതൃത്വം നൽകി. പാലയമാട് സെന്റ് തോമസ് ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ സന്തോഷ് കിഴക്കും പുതുപ്പള്ളി നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.